മോളെ ഗീതേ, നീ എവിടെയാ? അർജന്റായിട്ടൊന്ന് ഹോസ്പിറ്റൽ വരെ വരാൻ പറ്റുമോ? നരേഷിന് സീരിയസ് ആണെന്നാ പറയുന്നത്. സോറി മോളെ, ഈശ്വരൻ നരേഷിനെ കൈയൊഴിഞ്ഞിരിക്കുക. അച്ഛനെ അമ്മയെ അവന്റെ അടുത്ത് നിന്ന് വേർപിരിച്ചു. ഇപ്പൊ അവന്റെ ജീവൻ എടുക്കാൻ പോവുക. ആരുടെ ജീവൻ ഏത് നിമിഷം പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്താ അത് മുഖേന കുറച്ചു പേരുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും. ഇപ്പൊ നരേഷിന് ആ ചാൻസ് ഉണ്ട്. നല്ലോണം ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഇങ്ങോട്ട് നോക്കേ. എക്സ്ക്യൂസ് മീ, ഒന്നും വന്നേ. ഒരു കുട്ടിക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഈ കുട്ടിക്ക് നരേഷിന്റെ ഹാർട്ട് സെറ്റ് ആവും. നീ സംബന്ധിച്ച ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒരു നല്ല തീരുമാനം. ജാതിയിലുള്ളതല്ലെങ്കിലേ ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല. അതെ, മര്യാദയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ അതോ ഞങ്ങൾ തന്നെ തള്ളി പുറത്താക്കണോ? സർ, നിങ്ങള് മറ്റുള്ള ജാതിക്കാരുടെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ലല്ലോ. നരേഷ് ഒരു അനാഥനാ. അവൻ എവിടെ ജനിച്ചതെന്നും അവന്റെ അച്ഛനമ്മയും ആരാന്ന് ഞങ്ങൾക്കറിയില്ല. ഏത് ജാതിയാ ഏത് മതമാണെന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഹാർട്ട് നിങ്ങളുടെ മകന് ആവശ്യമാണോ? എന്നോട് ക്ഷമിക്കുക. അന്ന് ദേഷ്യത്തില് ഞാൻ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തുക, പ്ലീസ് രക്ഷപ്പെടുത്തുക. ഡോക്ടറെ, നിങ്ങളെങ്കിലും അവരോടൊന്ന് പറയൂ. എല്ലാവരുടെ തീരുമാനമാണ്. അന്ന് നിങ്ങളോട് അനാവശ്യം പറഞ്ഞ് അപമാനിച്ചത് എന്റെ തെറ്റാ. എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക, പ്ലീസ് മാഡം. എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക, എന്റെ അപേക്ഷയായിട്ട് കരുതുക. നിങ്ങൾ പഠിക്കില്ല, വരാം. നമുക്ക് പോവാം. ഒരു 5 മിനിറ്റ് കൂടി നോക്കാം. 5 മിനിറ്റ്സ് പോയിട്ട് 5 ഡേയ്സ് ആയാലും ആരും വരാൻ പോകുന്നില്ല. അനാഥനായതുകൊണ്ട് എല്ലാവർക്കും സഹതാപം ഉണ്ടാവും. പക്ഷെ ദത്തെടുക്കാൻ ആരും തയ്യാറാവില്ല. അപ്പൊ പിന്നെ എത്ര ട്രൈ ചെയ്താലും വേസ്റ്റ് അല്ലേ? വാണി, നമ്മളെ ഇങ്ങനെ ചിന്തിച്ചാ പിന്നെ ഇവരെ കുറിച്ച് വേറെ ആരാ ചിന്തിക്കാ? ഞാനും അത് തന്നെയാ പറയുന്നത്. വരാത്തൊരാളെ കുറിച്ച് ഓർത്തിരുന്ന നമ്മുടെ ജോലി പോവും, പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ. വാ, പോവാം.